ദൈവമാതാവ് വിശുദ്ധ എലിസബത്തിനെ സന്ദർശിക്കുന്നു. ഗബ്രിയേൽ ദേവദൂതൻ തനിക്ക് നൽകിയ മംഗള സന്ദേശത്തിൽ നിന്ന് കന്യകാമറിയത്തെന്ന് മനസ്സിലായി തന്റെ സഹോദരി എലിസബത്ത് വാർദ്ധക്യത്തിൽ സ്നാപന യോഹന്നാനെ ഗർഭം ധരിച്ചിരിക്കുന്നുവെന്ന്, തനിക്ക് ലഭിച്ചിട്ടുള്ള അത്യുന്നത സ്ഥാനം വിസ്മരിച്ച് സഹോദരിയെ ശുശ്രൂഷിക്കുവാനായി എലിസബത്ത് താമസിച്ചിരുന്ന വനപ്രദേശത്തേക്ക് മറിയം അതിവേഗം പുറപ്പെട്ടു. ഉദ്ദേശം 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടി വന്നു. ദേവമാതാവും നരദൈവവും കൂടി ആദ്യം സന്ദർശിച്ച ഭവനം എത്ര അനുഗ്രഹീതമായി! എലിസബത്ത് മറിയത്തിന്റെ അഭിവാദനം ശ്രവിച്ച മാത്രയിൽ ഗർഭസ്ഥ ശിശു തുള്ളിച്ചാടുകയും അവൾ പരിശുദ്ധാത്മാവിനാൽ പൂരിതയാവുകയും ചെയ്തു. ഉടനെ അവൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹീതയാകുന്നു, അങ്ങയുടെ ഉദരത്തിന്റെ ഉദരഫലവും അനുഗ്രഹീതമാകുന്നു. എൻ്റെ കർത്താവിൻ്റെ അമ്മ എന്നെ സന്ദർശിക്കാൻ എനിക്കെങ്ങനെ യോഗ്യതയുണ്ടായി? ഇതാ അങ്ങേ അഭിവാദനത്തിന്റെ സ്വരം എൻ്റെ കർണപ്പുടങ്ങളിലെത്തിയ ഉടനെ ഗർഭസ്ഥ ശിശു ആനന്ദത്താൽ കുതിച്ചു ചാടി. കർത്താവ് അങ്ങയോട് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച അങ്ങ് അനുഗ്രഹീതയാണ്. അപ്പോൾ മറിയം, എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എൻ്റെ അരൂപി രക്ഷകനായ ദൈവത്തിൽ ആനന്ദം കൊള്ളുന്നു. എൻ്റെ ഹൃദ്യമായ സുന്ദര കീർത്തനം ആലപിച്ചു. വിഞ്ചിതനം. ജപമാലയുടെ രണ്ടാം സന്തോഷ രഹസ്യത്തിൽ ഈ വസ്തുത നാം ധ്യാനിക്കുന്നുണ്ടല്ലോ. ദൈവമാതാവായിരുന്നിട്ടും എളിയ സഹോദരിയെ സന്ദർശിച്ച മറിയം പ്രദർശിപ്പിച്ച എളിമയും ഉപവിയും നമുക്ക് ഉത്തേജനമായിരിക്കട്ടെ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രൻ കർത്താവായ ഈശോ മിശിഹായിൽ ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിന് ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടയ്ക്കപ്പെട്ട് പാതാളം നിറങ്ങി മരിച്ചടയിൽ നിന്ന് 3 നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതൊന്നും വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്രം ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മനസ്സമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാമത്തിലാമേ. പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമേ. പിതാവിനും പുത്രനും പരിശുദ്ധ നാമത്തിലാമേ.